കർത്താവായ ദൈവമേ, ഈ സുപ്രഭാതത്തിലെ അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് ഈ ആരാധനയിലെ പങ്കെടുക്കുവാൻ പ്രത്യേക കൃപ നൽകിയതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ, ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, വചനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. വചനത്തിന്റെ ശക്തിയാൽ രോഗങ്ങള്, വ്യാധികള്, ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നിന്റെ വിശുദ്ധമായ വലതുകരം ഓരോ മകന്റെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മകളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗങ്ങള്, ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിലെ ആരംഭിക്കട്ടെ. കർത്താവേ, വിശുദ്ധ രക്തത്താൽ ഹൃദയത്തെ കഴുകണമേ, രോഗമുള്ളവരെ കഴുകണമേ. കർത്താവേ, വിശുദ്ധ രക്തത്താൽ കരളിനെ കഴുകണമേ, രോഗമുള്ളവരെ കഴുകണമേ, കഴുകണമേ. യേശുവിന്റെ നാമത്തിൽ മാറിയ രോഗങ്ങള്, വേദനകള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഒരു കുഞ്ഞിനെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഗർഭസ്ഥ ശിശുവാണ്. ശിശുവിന് അംഗവൈകല്യം ഉണ്ടെന്നാണ് സ്കാനിങ് റിപ്പോർട്ട്. പക്ഷെ ഒരു വലിയ കൈ ഇങ്ങനെ വയറിൽ നിന്ന് നെഞ്ചിനും കൂടി ചേർത്ത് കൊണ്ട് കുഞ്ഞിനെ താങ്ങി നിർത്തിക്കുന്ന സന്ദേശമുണ്ട്. ആ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. പതകിന് നീര് വെച്ചിരിക്കുന്നവര്, അത് മുഴയാണ്, അത് പതക് നീരാണ്. കൈ ഇങ്ങനെ കൂട്ടി വെക്കാൻ പറ്റുന്നില്ല, പൊള്ളണം പോലെ തോന്നണം. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. തന്നെയല്ല, പതകിന് ഇതുപോലെ നീരുള്ളവർ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരൊക്കെ അവിടെ തൊട്ട് ഈ സമയത്ത് ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. വയസ്സുള്ള കുഞ്ഞ് ഇതുവരെ കമഴ്ന്ന് വീണിട്ടില്ല. അപ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഒക്കെ കുഞ്ഞുങ്ങളെ, കമന്ന് വീഴാത്ത കുഞ്ഞുങ്ങളെ, നിരങ്ങാത്ത കുഞ്ഞുങ്ങളെ, നിൽക്കാത്ത കുഞ്ഞുങ്ങളെ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങളെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് അതിശക്തമായ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന നിൽക്കാത്ത കുഞ്ഞുങ്ങളെ, നടക്കാത്ത കുഞ്ഞുങ്ങളെ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങളെ, കണ്ണ് കാണാൻ പാടാത്ത കുഞ്ഞുങ്ങളെ, ചെവി കേൾക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ, കമഴ്ന്ന് വിടാത്ത കുഞ്ഞുങ്ങളെ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രഭാതത്തിന്, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, ഉന്നതമായ നാമത്തിൽ കുഞ്ഞുങ്ങളിൽ ബലം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. മാതാവിന് മധ്യസ്ഥത്തിലേക്ക് കുഞ്ഞുങ്ങൾ സംസാരിക്കട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ.
കിടന്ന കിടപ്പിൽ മലമൂത്രങ്ങൾ പോകുന്നവരുണ്ട്. അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്, മസിലിന് കൺട്രോൾ ഇല്ലാത്തവരുണ്ട്. ഓപ്പറേഷൻ കൊണ്ടും അത് ശരിയാകത്തില്ലെന്നാണ് ഡോക്ടർ പറയണത്. ചില ബാഗൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. മുത്തത്തിനും മലത്തിനുമൊക്കെ ബാഗ് വെച്ചു നടക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം ഡയറക്റ്റ് പോകാൻ വേണ്ടി സ്തുതിക്കട്ടെ, കൈ ഒത്തിക്കട്ടെ, സ്തുതിക്കട്ടെ. പൊള്ളിപ്പോയ അവസ്ഥകൾ, തേപ്പ് കൊണ്ട് വെച്ച് പൊള്ളിപ്പോകാം, തീ കൊണ്ട് പൊള്ളിപ്പോകാം, കറണ്ടടിച്ച് പൊള്ളിപ്പോകാം. അതിൻ്റെ ഭാഗമായിട്ട് കൈക്ക് മരയിപ്പുണ്ടാകാം, കൈക്ക് സ്വാധീനക്കുറവുണ്ടാകാം. അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈശോ ദർശനത്തിൽ തരുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ കർത്താവ് സംസാരിക്കുന്നത് ചെവി തിരിഞ്ഞു പോയെന്നാണ് പറയുന്നത്. ചെവിക്ക് ഇത് കുഴപ്പമുണ്ടായിട്ടല്ല, ഈ ചെവിയുടെ അകത്തുള്ള എന്തോ അവയവങ്ങൾ ശബ്ദം സ്വാംശീകരിക്കുന്നതിനും അത് കേൾക്കപ്പെടുന്നതിനും ചെവിയുടെ ഈ പാർട്ടിനാണ് കുഴപ്പം, അതിൻ്റെ ബ്രെയിൻ പാർട്ടിനല്ല കുഴപ്പം. ചെവിയുടെ സൗണ്ട് അബ്സോർബ് ചെയ്യുന്ന, സൗണ്ട് സ്വീകരിക്കുന്ന ഡയഫ്രത്തിനാണ് കുഴപ്പം. അത് തിരിഞ്ഞിരിക്കണമെന്ന് പറയണം. അങ്ങനെയുള്ള ചെവി കേൾക്കാൻ പാടാത്തവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത്. ശ്രുതികട്ടെ, 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 ശക്തമായ ഓവുലേഷൻ ഇല്ലാത്തവര്, പീരീഡ്സിൽ അല്ലെങ്കിലും ബ്ലഡ് പോകുന്നവര്, മൂത്രമറിയാതെ ഡിസ്ചാർജ് ഉണ്ടാകുന്നവർ, പിന്നെ വയറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നവർ എല്ലാവരും അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അടിവയറ്റിൽ കൈവച്ച്, ഊടിൻ്റെ താഴെ, പൊക്കിൻ്റെ താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസപ്രമാണം ചെയ്യുകയോ ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾക്ക് അതില്ലെങ്കിലും ഉള്ളവരെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവസംഘത്തോടെ. ശ്രുതികട്ടെ, 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 ഡിസ്ചാർജ് ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ബ്ലീഡിംഗ് ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഓവുലേഷൻ ഇല്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങള് സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ആമേൻ. അല്പം മുമ്പ് മെസ്സേജിന് പറയുന്ന മുമ്പ് കർത്താവ് ഒരു കാര്യം കാണിച്ചു തന്നിരുന്നു. അതായത് ചില മരുന്ന് കഴിച്ച് പൊള്ളിപ്പോയി, മരുന്ന് മാറിക്കഴിച്ചതോ അല്ലെങ്കിൽ അവരുടെ ഡോസ് തിരിച്ച് കഴിച്ചതോ അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് മരുന്ന് മാറിപ്പോയതോ അതിനുള്ള മരുന്നുമല്ല. അതുകൊണ്ട് ഉള്ളം പൊള്ളി തന്നെയല്ല, ബ്ലഡിൽ അതിൻ്റെ അകത്ത് പോയ്സണായി, അതിൻ്റെ പേരിൽ ശരീരത്തിൽ ഇങ്ങനെ ഒരു അലർജി വന്നിട്ട് വിസർപ്പ രോഗികൾ, സോറിയാസിസ് രോഗികളെ പോലെ തൊലി ഇങ്ങനെ വിണ്ട് കീറി വരണ അസുഖം. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അലർജി രോഗികളെ തളിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കർത്താവ് ഇവിടെയും, കർത്താവ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലെ, കർത്താവിന് അലർജി ഉള്ളവരെ, റിയാക്ഷൻ ഉള്ളവരെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ സ്നാനപ്പെടട്ടെ. കർത്താവിൻ്റെ എല്ലാ മരുന്നുകളെക്കാളും വിശുദ്ധമായ രക്തത്താൽ സ്നാനം പെരട്ടെ. മുടി കൊഴിഞ്ഞു പോകുന്നവരെ, കർത്താവെ തൊലി പൊഴിഞ്ഞു പോകുന്നവരെ, മുടി കൊഴിഞ്ഞു പോകുന്നവരെ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നടുവെല്ല വേദനയുള്ളവർ നടുവിന് കൈവെക്കട്ടെ. കശേരികൾ, അകന്നു പോയവര്, കുനിയാൻ പാടില്ലാത്തവര്, ബലമുള്ളൊന്നും എടുക്കാൻ പാടില്ലാത്തവരൊക്കെ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. അസ്ഥികളെല്ലാം, പേടികൾ, കോശങ്ങളെല്ലാം ദ്രവിപ്പുള്ളവർ,
പുതിയ കോശങ്ങൾ വരണില്ല. ഇമ്മ്യൂണിറ്റിയുടെ ഡിസീസ് ഉള്ളവരെ അത് എന്ത് വിഷയമായാലും പുതിയ കോശങ്ങൾ ഉണ്ടാകണില്ല. പഴയ കോശങ്ങൾ തന്നെ തിന്നുകൊണ്ടിരിക്കുന്ന പോലെയുള്ള കുറേ ഡിസീസുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാ കോശങ്ങളിലേക്കും കർത്താവിൻ്റെ രക്തം കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ക്യാൻസർ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. ഏറ്റവും വലിയ കീമോ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തമാണ്. കർത്താവെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ മധ്യസ്ഥത്തിൽ യേശുവിനോട് കർത്താവെ ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. മാരക രോഗികള്, നിരവ്യാധികള് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ശക്തമായി ശ്രദ്ധിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കുഴങ്ങുന്നവരെ ഏത് സബ്ജക്റ്റ് എടുക്കണോ, അങ്ങനെ ഒരു ഐഡിയ കിട്ടാത്തവരെ അവരെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് ഈ മേഖലയിൽ വിഷമിക്കുന്നുണ്ട്. അവർക്ക് അവിടെ പ്രൊഫഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഏതെടുത്താൽ കരകയറി പോകാമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവർക്ക് ജ്ഞാനം കിട്ടാൻ വേണ്ടിയും അവിടെ തിരഞ്ഞെടുപ്പ് കറക്റ്റാകാൻ വേണ്ടിയും എല്ലാ അക്കാഡമിക്കായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളെ, കൺഫ്യൂഷനുള്ള കുഞ്ഞുങ്ങൾ ഫർദർ സ്റ്റഡിക്ക്, മേലോട്ടുള്ള പഠനങ്ങൾക്ക് സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റാത്ത മക്കളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ആ മക്കൾക്ക് വിശുദ്ധ മാനത്തം നൽകണമേ. അവർക്ക് ഈ നിമിഷം തന്നെ കർത്താവേ വ്യക്തമായ ബോധ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ എന്ത് തിരഞ്ഞെടുത്താലും അത് കർത്താവർക്ക് ഭക്ഷണം ഭാവിയിൽ കഴിക്കാൻ പറ്റുന്ന ജീവിതം കർത്താവ് സുരക്ഷിതമാക്കുന്ന തീരുമാനമെടുക്കാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. സാമ്പത്തികമായ ബാധ്യതകളുള്ളവരെ, എപ്പോഴും ബാങ്കിൽ നിന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരെ, കടക്കാരെപ്പോഴും ഇങ്ങനെ ഫോൺ വിളിച്ച് മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി പ്രഷർ കുട്ടിക്കളവരുണ്ട്. അവർക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്, ഒരു പിടിയില്ലാതെ അവസാനത്തെ ഒരു ഡെന്നിൽ അവർ വന്നിരിക്കുകയാണ്. ഒരു സങ്കേതത്തിൽ അവരെത്തിയിരിക്കുകയാണ്. മാതാവേ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകുവാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് അലച്ച കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഓരോ ദുരന്തങ്ങൾ, സാമ്പത്തിക ബാധ്യതകളുടെ ദുരന്തങ്ങൾ, വീടില്ലാത്ത ദുരന്തങ്ങൾ, വഴിയില്ലാത്ത ദുരന്തങ്ങൾ, മാരക രോഗങ്ങളുള്ളവർ കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് ഓരോ രേഖകൾ കൃത്യസമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടാത്തതിൻ്റെ പേരിൽ അവർക്ക് അഡ്മിഷൻ എടുക്കാനോ ജോലി എടുക്കാനോ പറ്റാത്ത അവസ്ഥകൾ, എല്ലാ ദുരന്തങ്ങളും യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ദിവ്യപൈതലേ, നീ ഓർക്കുക, നീ നിൽക്കുന്ന ഇടം ദിവ്യകുർബാന എഴുന്നള്ളിയിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലെ അമ്മ ലോകത്ത് ആദ്യമായിട്ട് ഉടമ്പടി തന്ന ഒരു ധ്യാനകേന്ദ്രമാണ്. അതിലൂടെ 10,000 രക്ഷപ്പെട്ട ജീവിക്കുന്ന സാന്നിധ്യമാണ് ഇതിൻ്റെ ആസ്തി.
അതുകൊണ്ട് തന്നെ നീ എന്ത് അവസ്ഥയിലായാലും നീ ഇവിടെ എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ, അമ്മ നിന്നെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ കണ്ണീരിനൊരു പരിഹാരം ഉണ്ടാകും. അത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിനക്ക് ആമേൻ പറയട്ടെ. സ്തുതിക്കട്ടെ, 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 മൗനമായി പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. കൈകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് സമാപന ആശീർവാദത്തിലേക്കുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആശീർവാദം കിട്ടുന്നത് അവസാനമായിരിക്കും. നിങ്ങളിപ്പോൾ വിഷയം സമർപ്പിക്കുക. അച്ഛൻ ഓർക്കാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, ഞാൻ ഓർക്കാത്തതല്ല, കർത്താവിന് തന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ, ഇനി ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ്. സ്വർഗീയ രാജനീശോ, സ്വർഗീയ രാജനീശോ, നിന്നുള്ളിൽ വന്നിടാനാ കാരുണ്യ സാഗരമേ, ഒരുമിച്ച് പാടുക, സന്തോഷത്തോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ. സ്വർഗീയ രാജനീശോ, നിന്നുള്ളിൽ വന്നിടാനാ കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ. കാരുണ്യ സാഗരമേ, കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ. സ്വർഗീയ രാജനീശോ, സ്വർഗീയ രാജനീശോ, നിന്നുള്ളിൽ വന്നിടാനാ കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ. എൻ ശക്തിയൊക്കെയോടും, എൻ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിരച്ചു വാഴും എന്നിലെഴുന്നള്ളണേ. നിന്നെ നിരച്ചു വാഴും, നിന്നെ നിരച്ചു വാഴും എന്നിലെഴുന്നള്ളണേ. എൻ ശക്തിയൊക്കെയോടും, എൻ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിരച്ചു വാഴും എന്നിലെഴുന്നള്ളണേ. എന്നിൽ എഴുന്നള്ളണമേ, എന്നിൽ എഴുന്നള്ളണമേ. സ്വർഗീയ രാജനീശോ, ഒരുമിച്ച് എല്ലാവരും പാടുക. രാജനീശോ, കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ. കാരുണ്യ സാഗരമേ, ഒരുമിച്ച് പാടുക. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ. ഭാഷാപരത്തോടെ സ്തുതിക്കട്ടെ, ഭാഷാപരത്തോടെ സ്തുതിക്കട്ടെ. അഭിഷേകം ഉണ്ടാകട്ടെ, ഭാഷാപരത്തോടെ സ്തുതിക്കട്ടെ, അഭിഷേകം ഉണ്ടാകട്ടെ. ഭാഷാപരത്തോടെ സ്തുതിക്കട്ടെ. ആരാധന യേശുവേ, സ്വോത്രം യേശുവേ, യേശു ആരാധന യേശുവേ, സ്വോത്രം യേശു, സ്വോത്രം യേശു, സ്വോത്രം യേശു, സ്വോത്രം യേശു, സ്വോത്രം യേശു,
സ്തോത്രം. ശ്രദ്ധിക്കട്ടെ, 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 എല്ലാവരും ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കട്ടെ, ശക്തമായി ശ്രദ്ധിക്കട്ടെ, ശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷാപരത്തോടെ ശ്രദ്ധിക്കട്ടെ. ഭാഷാപരത്തോടെ ആലപനത്തോടെ ശ്രദ്ധിക്കട്ടെ. ഭാഷാപരത്തോടെ ശ്രദ്ധിക്കട്ടെ. അഭിഷേകം നോക്കട്ടെ, അഭിഷേകം ലഭിക്കട്ടെ. ഈശോ നിന്റെ തിരുമുറിവാർന്ന വലതു കരത്താൽ മക്കളെ സ്പർശിക്കണമേ. മാരക രോഗങ്ങൾ തീരാ, വേദികൾ, ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കിഡ്നിക്കല്ലുകള്, കല്ലുകള്, വീക്കങ്ങള്, മഹോദ രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, സുസ്ഥിര രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് സ്വരത്തിൽ പാടുക. കാരുണ്യസാഗരമേ, കാരുണ്യസാഗരമേ, ഹൃദയം നുറുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. കാരുണ്യസാഗരമേ, കാരുണ്യസാഗരമേ, സ്വർഗീയരാജനീശോ, നിൻ മുൻപിൽ വന്നിടാനാ കാരുണ്യസാഗരമേ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഇരിക്കുക മക്കളെ. നമ്മൾ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലാണ്. ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിൽ ഇരിക്കുന്നവരും ഈ നിമിഷത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിനോർത്ത് നന്ദി പറയണം. നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട. അത് ചുമ്മാ ഭംഗിവാക്കായിട്ട് ബൈബിൾ പറയണതല്ല. ഇവിടെ വന്നിട്ടുള്ള അനേകം മക്കളുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മുടെ ആസ്തി എന്ന് ഞാൻ പറഞ്ഞു. അത് ക്യാൻസർ 4th സ്റ്റേജിലായാലും ശരി, 3 കോടി കടമായാലും ശരി, ഒരു തീരുമാനം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. അതുകൊണ്ടാണ് ദൈവമാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ആ ഒരു ബോധ്യമുള്ളവർ കൈയടിച്ചേ. ഈ ബോധ്യം നമുക്കുണ്ടാകണം. പിന്നെ അച്ഛന് പറയാനുള്ള രണ്ടാമത്തെ ഒരു അറിയിപ്പെന്ന് പറയണത്, മക്കളെ, നിങ്ങൾ ഉടമ്പടിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ഏറ്റവും നമ്മൾക്ക് വേണ്ടത് ശ്രദ്ധയാണ്. ശ്രദ്ധ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധ മിക്കവാറും അതിന് ഒരു അവയർനെസ്സാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ്. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സൂക്ഷ്മതയാണ് ശ്രദ്ധ. അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു ചെവിയുടെ ശ്രദ്ധയല്ല. എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നെന്നുള്ള ഒരു ഓർമ്മയാണ് ശ്രദ്ധ വരുന്നത്. പ്രത്യേകിച്ച് പ്രയർഫുള്ളായിട്ടുള്ള സമയമില്ലേ, എനിക്ക് മനസ്സിലായത്, നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഇന്ന് ലഭ്യമായ ഏറ്റവും മുന്തിയ നിലവാരമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ റിലേഷനിലേക്കാണ് ഉടമ്പടി നമ്മളെ കൊണ്ടുവരണത്.
ഉടമ്പടിയേക്കാൾ വലുത് ദൈവത്തിനൊന്നും ചെയ്യാനില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊരു നമ്മൾ ചെയ്യണത് ദൈവം പണ്ട് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം പർട്ടിക്കുലർ കവനൻറ്റുകളാണ്. പർട്ടിക്കുലർ കവനൻ്റ് എന്ന് വെച്ചാൽ ദൈവം ഒരാളെ തിരഞ്ഞെടുക്കും. ഇപ്പോൾ ഒന്നെങ്കിലും ഉദാഹരണത്തിന് ഏഡം, അല്ലെങ്കിൽ നോഹ, അല്ലെങ്കിൽ എബ്രാഹാം, ഇവരോടൊക്കെയാണ് കവനൻ്റ് ചെയ്തിരിക്കുന്നത്, ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അത് ദൈവത്തിന് മുമ്പ് നീതിമാന്മാരായിട്ട് ദൈവം കണ്ടെത്തിയതുകൊണ്ട് അവർക്ക് ജനതകൾക്ക് വേണ്ടിയാണ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതെല്ലാം വ്യക്തികളാണ് ഇവിടെയാണ് ദൈവം ഉടമ്പടി ചെയ്തുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളോട്. എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിരഞ്ഞെടുപ്പ് ഒരു പർട്ടിക്കുലർ പേഴ്സണെ ദൈവം തിരഞ്ഞെടുത്തിട്ട് ആ വ്യക്തി മോസസ് ദൈവം ഉടമ്പടി ചെയ്ത ആളാണ്, ജോഷുവ ദൈവം ഉടമ്പടി ചെയ്ത ആളാണ്. പിന്നീട് വരുന്ന ഗിദെയോൻ മുതലായ ന്യായാധിപന്മാരും ഐസയ, ജെറമിയ തുടങ്ങിയ പ്രവാചകന്മാരും അവരെല്ലാം ഇതിൻ്റെ എല്ലാം ഒബ്സർവേഷനാണ്. ദേ ആർ കീപ്പിംഗ് ദ കവനൻ്റ് ഓർ നോട്ട്. ദൈവമായിട്ടുള്ള കവനൻ്റിൽ ബന്ധത്തിൽ ജനങ്ങൾ ഉഴപ്പുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് പ്രവാചകന്മാരുടെ കീൻ അറ്റൻഷൻ ഉണ്ടായത്. ജെറമിയ ആയാലും എസെക്കിയേലായാലും ആരായാലും അവരെല്ലാം കവനൻ്റ് ഓറിയൻറ്റഡ് ആണ്. ബൈബിളിൽ എന്തെങ്കിലും ഒരു പുസ്തകം ഉണ്ടെങ്കിൽ എല്ലാം ഉടമ്പടി റിലേറ്റഡ് ആണ്. അവസാനം ഈശോ വരുമ്പോൾ ഈശോയും ചെയ്യണത് ഉടമ്പടിയാണ്. ആ ഉടമ്പടി പ്രകാരമാണ് കുർബാന സ്ഥാപിക്കുന്നത്. കുർബാനയ്ക്ക് ഈശോ വിളിച്ച പേര് ന്യൂ കവനൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പഴയ കവനൻ്റ് റദ്ദ് ചെയ്തിട്ടില്ല. അത് ഗലാത്യർ 3:15 പറയുന്നുണ്ട്. കവനൻ്റ് എന്ന് പറയുന്ന ഒരു സോൾ പ്രോജക്റ്റ് ദൈവം റദ്ദ് ചെയ്യത്തില്ല, അതിനെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോഴും നിലനിൽക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് കവനൻ്റ് തന്നെയാണ്. നിങ്ങൾ ഏതെല്ലാം തരം പ്രാർത്ഥനകളൊക്കെ എന്തെല്ലാം തരത്തിൽ കൂടിയാലും ദ ബേസിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന സോൾ പ്രോജക്റ്റ് എന്താണ്? അത് കവനൻ്റാണ്. ഈശോ അതുകൊണ്ടാണ് ഈശോയെ വന്നപ്പോൾ കവനൻ്റ് അല്ലാതെ ഈശോയെ സ്ഥാപിച്ചിട്ടില്ല. പഴയ ഉടമ്പടി റദ്ദ് ചെയ്യാതെ തന്നെ പുതിയ ഉടമ്പടി അതിൻ്റെ പൂർത്തീകരണമായിട്ട് പുതിയ ഉടമ്പടി ചെയ്തു. അതാണ് ഈശോ പറഞ്ഞത്, ഞാനിത് പുതിയ ഉടമ്പടിയുടെ പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. അതെന്തിനു വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പുതിയ ഉടമ്പടി ഈശോ ചെയ്തത്? എന്തിനാണ്? അത് നിത്യതയ്ക്ക് വേണ്ടി ചെയ്തതാണ്. മനസ്സിലായില്ലേ? മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണ്? ഈശോ കണ്ടത് നിത്യതയാണ്. നിങ്ങളെ ഈശോനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്തായാലേ, ഈ നിത്യത എന്നുള്ള വിഷയം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് സീരിയസ് ആയിട്ട് നിങ്ങളുടെ ആത്മാവ് ഡെപ്പിക്റ്റ് ചെയ്ത് കിട്ടിയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള തീഷ്ണത തുടങ്ങിയാൽ ബാക്കിയെല്ലാം ദൈവം ചേർത്ത് നൽകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇതൊരു ടെക്നിക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോംവഴിയാണ്. നിങ്ങൾക്ക് ഉടമ്പടി നേടാൻ വേണ്ടി, ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടി ഉള്ളൊരു പോംവഴിയാണ്. എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? നിത്യത ഏറ്റവും വലിയ ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്ന പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലെ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാൻ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണെന്ന് പറഞ്ഞിട്ടുള്ള നിത്യതയ്ക്ക് വേണ്ടിയുള്ള അപ്പമായ പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം ഉന്നം വെച്ചിരിക്കുന്നത് നമ്മുടെ നിത്യമായ ജീവിതമാണ്. ഈ നിത്യമായ ജീവിതത്തിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്രേസ് ഉണ്ടായാൽ ബാക്കിയെല്ലാം പടപടാന്ന് നടക്കണ കാണാം. അച്ഛൻ ഉള്ളത് തുറന്നു പറയുകയാണ്. ഉടമ്പടിയുടെ സ്പീഡ് കണ്ടൻ്റ് എന്ന് പറയണത്, ഇപ്പോൾ നിങ്ങൾ കടങ്ങൾ മാറാൻ വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ഒരു മാരകമായ രോഗങ്ങൾ മാറാൻ വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യും. ഇതിനൊക്കെ വരുന്ന ഒരു വിഷയം എന്താണ്? നിങ്ങൾക്ക് ഒരു ഉത്കണ്ഠയാണ് ഇതിനൊക്കെ വരുന്നത്. എന്തുകൊണ്ടാണ് ഉത്കണ്ഠ വരുന്നത്? ഇതെപ്പം നടക്കും? കാലത്തെക്കുറിച്ചാണ് ഉത്കണ്ഠ മനുഷ്യനെ, ഇല്ലേ? എപ്പോഴും നമുക്ക് ഉത്കണ്ഠ വരണത് ടൈം ബേസ്ഡ് ആയിട്ടാണ് ഉത്കണ്ഠ വരുന്നത്. ഉത്കണ്ഠ എവിടുന്നാണ് വരണമെന്ന് ചോദിച്ചാൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ മനുഷ്യൻ ഉത്കണ്ഠയുള്ളത്? ടൈമിനെ അടിസ്ഥാനപ്പെടുത്തിയ, അല്ലെങ്കിൽ സ്പേസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഒന്നൊക്കെ കാലം, അല്ലെങ്കിൽ ദേശം. മനുഷ്യൻ്റെ ഉത്കണ്ഠയുടെ അടിസ്ഥാനം അതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കാലദേശങ്ങളിലാണ് ഈ ഉടമ്പടി ലാൻഡ് ചെയ്യണതും പ്രവർത്തിക്കാൻ തുടങ്ങണതെല്ലാം കാലദേശങ്ങളിലാണ്. ഇതിനെ ചേഞ്ച് ചെയ്ത് തരും. ഇതിനെ പുതിയ ആകാശത്തിലേക്ക് മാറ്റും, പുതിയ ഭൂമിയിലേക്ക് മാറ്റും. അങ്ങനെയാണ് ഈ വിഷയം പെട്ടെന്ന് നമുക്ക് നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു കാലദേശങ്ങളെ ഷോർട്ടൻ ചെയ്യുന്ന, ടൈം ഷോർട്ടനിങ് ഉണ്ടാകുന്ന അതിനുള്ള ഏറ്റവും എളുപ്പ വഴി 2-3 വഴികളുണ്ട്. ഒന്ന്, എൻ്റെ വഴിയെന്ന് പറയണത്
അനുതാപം ഭയങ്കരമായൊരു വഴിയാണ്. അനുതാപം. രണ്ടാമത്തെ വഴി, അതായത് ടൈം ഷോർട്ടനിങ്ങിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കും. ഉടമ്പടി വിധിപ്രകാരമുള്ള ടൈം ഷോർട്ടനിങ്, കാല ചുരുക്കം. ഉടമ്പടി വിധിപ്രകാരം ഇപ്പോൾ ജോലി, വീട്, വിവാഹം, കുഞ്ഞുങ്ങളുണ്ടാകണത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. എന്താ സാക്ഷി? ഭയങ്കര സർക്കാസ്റ്റിക്കായിട്ട് സാക്ഷിയാണ്. അവർ തമിഴ് ദമ്പതികളാണ്. അത് ഉടമ്പടി എടുത്ത ഒരു സഹോദരിക്ക് ഇവരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ ഉടമ്പടി എടുത്ത സഹോദരി 1.5 കൊല്ലമായിട്ട് ഇവരോട്, തമിഴ് ദമ്പതികളോട് കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവർ കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ ബേസ് ചെയ്താണ് സംസാരിക്കുന്നത്. കാരണം ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് പെട്ടെന്ന് അറിയാനുള്ള ഷോർട്ട് കട്ടാണ് കൃപാസനം. ആൾക്കാർക്ക് ക്രിസ്തുവിനെ പെട്ടെന്ന് അറിയാനും പെട്ടെന്ന് അനുഭവിക്കാനും ഉള്ള ഒരു ഷോർട്ട് കട്ട്, ഇന്ന് കിട്ടി ലഭ്യമാകുന്ന ഏറ്റവും ഷോർട്ട് കട്ടാണ് കൃപാസനം. അതുകൊണ്ട് ഇവർ കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കും, പിന്നീട് ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കും. 1.5 കൊല്ലം ഈ തമിഴ് ദമ്പതികളെ ഇവർ ഇങ്ങനെ ടീച്ച് ചെയ്യുകയാണ്. എന്നിട്ട് ഇവർക്കൊരു കുലുക്കമൊന്നുമില്ല. അവർക്ക് പ്രൂഫില്ലല്ലോ, അതിൻ്റെ കുലുക്കമില്ല. ഇപ്പം എന്നാ ചെയ്തിരിക്കണത്? ഈ ഡേഡി രണ്ടാമതൊരു പരിപാടി ചെയ്തു. ഇവർ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ വാങ്ങിച്ച ഉടമ്പടി തൈലം ഈ തമിഴ് ദമ്പതിക്ക് കൊടുത്തിട്ട് പറയും, ഇപ്പം നിങ്ങൾക്ക് 10 കൊല്ലമായിട്ട് മക്കളില്ലല്ലോ, എന്നിട്ട് വിശ്വാസ പ്രമാണം പ്രിൻ്റ് ചെയ്ത് കൊടുക്കും. അത് ഈ കൃപാസനത്തിലെ ഏറ്റവും വലിയ പ്രയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസ പ്രമാണമാണ് കേട്ടോ. വിശ്വാസ പ്രമാണമാണ്. ഞാൻ ഈ കുഞ്ഞുനാൾ പോലെ ഈ വിശ്വാസ പ്രമാണം ചെല്ലണത്. പക്ഷേ ഈ അച്ഛനായി കഴിഞ്ഞ് ഇതിൻ്റെ തിയോളജിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബിബ്ലിക്കൽ തിയോളജി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കയ്യിരിക്കുന്ന അണുബോംബാണല്ലോ എന്ന്. നമുക്കറിയത്തില്ലല്ലേ. നമുക്ക് പണ്ട് മാതാപിതാക്കന്മാരൊക്കെ കിട്ടുന്ന എന്തോ ഒരു പ്രാർത്ഥനയായിട്ടല്ലേ ഇത് പഠിക്കണത്. ഇത് പഠിക്കണ സംഭവം. ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. എന്താ വിഷയം? ഇത് രക്ഷ പ്രാപിക്കുന്ന ഒരു ആക്ടിവേറ്റിംഗ് പ്രിൻസിപ്പിളാണ് ഈ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. എന്താണ്? ഞാൻ വിശ്വസിക്കുന്നത് അത്രേ ഉള്ളൂ. പക്ഷേ എന്താ അത് വർക്കൗട്ട് ചെയ്യണത്? റോമ 10:9 വർക്കൗട്ട് ചെയ്യണത്. വിശ്വാസ പ്രമാണം നമ്മൾ പറയുമ്പോൾ നമ്മൾ ചുണ്ടുകൊണ്ടല്ല പറയേണ്ടത്, ചങ്ക് കൊണ്ട് പറയാൻ നോക്കണം. ആൾക്കാരെല്ലാം കുഴപ്പമുണ്ടാക്കുന്നത് ചുണ്ടുകൊണ്ട് പറഞ്ഞിട്ടാണ്. കാണാ പഠിച്ച് വെച്ചിരിക്കുന്ന സാധനം കണാ ഗുണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കളയാം. അതല്ല, ഒരു സംഭവം നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഉടമസ്ഥത ഏറ്റെടുക്കണം. തന്തയില്ലായ്മ കാണിക്കരുത്. ഒരു പ്രാർത്ഥനയ്ക്കും നമുക്ക് ഓൺ ചെയ്യാതെ പണ്ട് മുതലേ നമ്മൾ പഠിച്ച് വെച്ചിരിക്കുന്നത്, അതുപോലെ പരിശുദ്ധ മറിയം ചെല്ലുമ്പോൾ അതിൻ്റെ കൂടെ അറിയാതെ നന്മ പറഞ്ഞു പറയും ചെല്ലുമ്പോൾ അതിൻ്റെ കൂടെ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധ മറിയം ചെല്ലിപ്പോകുന്ന ഒരു ഓട്ടോമാറ്റിക് സംഭവമാണ് പോകുന്നത്. അതല്ല. അപ്പോൾ അത് ചുണ്ട് മാത്രമേ ഉള്ളൂ. ചുണ്ടിൻ്റെ കൂടെ ചങ്കുണ്ടെന്ന് ഏത് പ്രാർത്ഥനയ്ക്ക് നീ ഉറപ്പ് വരുത്തിയാലും ആ പ്രാർത്ഥന ആക്ടിവേറ്റ് ആകും. എന്താ കാര്യം? ചുണ്ടും ചങ്കും തമ്മിൽ അത്രയും ബന്ധം. ഇങ്ങനെ അതായത് ഇപ്പോൾ റോമ 10:9 വായിച്ചോളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ആകയാൽ യേശു കർത്താവാണ്. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഇതാണ് വിഷയം. സിമ്പിളാ, വളരെ സിമ്പിളാ. എന്താ കാര്യം? ഒന്ന്, നീ അധരം കൊണ്ട് ഏറ്റുപറയേണ്ടത് എന്താണ്? യേശു കർത്താവാണെന്ന്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതോടുകൂടി എല്ലാ പ്രശ്നവും തീരുകയും. നീ അധരം കൊണ്ട് ഏറ്റു പറയണത് എന്താണ്? എന്താ ഏറ്റു പറയണത്? യേശു കർത്താവാണ്. യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നിനക്ക് ലോൺ നിന്നെ ഓടിച്ചിട്ടിരിക്കുന്ന ബാങ്ക് മാനേജർ കർത്താവ് അല്ലെന്നാണ് അത്. ഡോക്ടർ ക്യാൻസർ 4ാം സ്റ്റേജ് ആണെന്ന് പറഞ്ഞ് ഇനി വീട്ടിൽ കൊണ്ടുപോയിക്കോ, അറിയിച്ചോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ കർത്താവ് അല്ലെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായി? ആരാണ് കർത്താവ്? യേശുവാണ് കർത്താവ്. ഇതുപോലെ തന്നെ നീ OIT 12 തോറ്റ്, അല്ല IELTS 12 തോറ്റ്, OIT 4 തോറ്റെന്നും പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുള്ള സാക്ഷിയാണ്. ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ കർത്താവ് ചവറ് പോലെ മാർക്ക് കൊടുത്തിട്ട് ഇവളെ കയറ്റിവിടും. ഇവളിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാണ് ഇതെല്ലാം ആദ്യകാലങ്ങളെല്ലാം ഫ്ലോപ്പായത്. പക്ഷേ ഇത് ഈശോയുമായിട്ട് ഡിസ്കസ് ചെയ്ത് കർത്താവിൻ്റെ നിത്യമായ സംരക്ഷണത്തിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവരുടെ വിഷയങ്ങളെല്ലാം മാറും. അങ്ങനെ ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളുണ്ട്. ഞാനിപ്പോൾ ഓർത്ത് പറയാൻ പോണ കാര്യം, ഈ യേശു വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നിങ്ങൾ വിശ്വാസ പ്രമാണമാണ് ചെല്ലണതെന്ന് നിങ്ങൾക്ക് നല്ല ബോധം ഉണ്ടാകണം.
ഇപ്പോൾ ഇവരെന്താ തമിഴ് ദമ്പതിയോട് എന്താ പറയുന്നത്, ഒരു വിശ്വാസ പ്രമാണം പ്രിൻ്റ് ചെയ്തിട്ട് കോപ്പി എടുത്ത് തമിഴ് ദമ്പതിക്ക് കൊടുക്കും. എന്നിട്ടെന്താ പറയണത്, ഉടമ്പടി തൈലം കൊടുക്കും. എന്നിട്ട് അവരോട് എന്ത് പറയും, നിങ്ങൾ ഉടമ്പടി തൈലം കൊണ്ട് നിങ്ങളുടെ അടിവയറ്റിൽ 10 കൊല്ലമായിട്ട് അവർ മക്കളില്ല, അവർക്ക് പണ്ടൊരു കുഞ്ഞുണ്ടായിരുന്നു, പിന്നെ മക്കളില്ല അവർക്ക് 10 കൊല്ലമായിട്ട്. എങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും എന്തെല്ലാം ചികിത്സ എടുത്തിട്ട് മക്കളില്ല, ഉണ്ടാകത്തുമില്ല. അവർ മുഴുവൻ സിസ്റ്റ അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്തെല്ലാം കൊഴുപ്പ് കയറിയിരിക്കുന്നത്. ഒന്നെങ്കിൽ ഈ ഫെലോപ്പിൻ ട്യൂബ് രണ്ടും അറുത്ത് കളയണം, അറുത്ത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചുണ്ടാകത്തില്ല. ഗർഭപാത്രത്തിൽ മുഴുവൻ പ്രോബ്ലംസാണ്. അതുകൊണ്ടാണ് കുട്ടികളില്ലാതിരിക്കുന്നത്. പക്ഷേ അതല്ല, ഇവർ ഈ വിശ്വാസപ്രമാണം തെറ്റിക്കാതെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചെല്ലി വെച്ചും അവരോട് പറഞ്ഞ് ഇത് ചെല്ലിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഉടമ്പടി തൈലം എടുത്ത് വയറ്റിൽ തേക്കണം. എന്താണ് 21 ദിവസത്തിനൊരു പ്രഗ്നൻ്റാണ്. ഇത്രയും സ്പീഡാണ് ഉടമ്പടി. എന്താ കാര്യം, അവർക്ക് മക്കളുണ്ടാവത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടറല്ല കർത്താവ്. കർത്താവ് ആരാണ്? യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ കർത്താവാക്കണത് എന്താ? എന്തുകൊണ്ട് എല്ലാവരും കർത്താവാകാത്തത്? മരണത്തെ ജയിച്ചാൽ മാത്രമേ കർത്താവാകത്തുള്ളൂ, അല്ലെങ്കിൽ മനുഷ്യനായിട്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സെന്റ് പോൾ പറയണം. ആ വചനം ഒന്നിന് വായിച്ചോളൂ, 10:9 വായിച്ചോളൂ. ആകയാൽ യേശു കർത്താവാണ് എന്ന് ഒന്ന് ഏറ്റു പറഞ്ഞേ. ആകയാൽ യേശു കർത്താവാണെന്ന് ഏറ്റുപറയുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ രക്ഷ നമ്മൾ എന്ത് ചെയ്യണേ, പ്രാപിക്കുകയാണ് ചെയ്യണത്. ഈ രക്ഷ പ്രാപിക്കുന്ന 2 സംഭവമുണ്ട്. ഒന്ന് ശങ്കുണ്ട്, ഒന്ന് ചുണ്ടുണ്ട്. നമ്മുടെ പ്രശ്നം നമ്മൾ ഈ ചുണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതാണ് കുഴപ്പം. പ്രാർത്ഥന നിൻ്റെ കേൾക്കപ്പെടാത്തതിൻ്റെ കാരണം നീ ചുണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു 90% മനുഷ്യരും അങ്ങനെയാണ്. ചങ്ക് ഉപയോഗിക്കണില്ല. ചങ്കിൽ എന്താ പറഞ്ഞിരിക്കണത്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഏറ്റു പറഞ്ഞേ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഒന്നുകൂടി പറഞ്ഞേ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഒന്നുകൂടി പറഞ്ഞേ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ. കർത്താവാണ് യേശു ദൈവമാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണ്,